നീണ്ട 10 വർഷം കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ കാലഘട്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് ഇരുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം 102 സീറ്റോടുകൂടി ഇപ്പം UDF മുന്നണി അധികാരത്തിലെത്തിയിരിക്കുകയാണ്. വളരെ ജനകീയനായ, ജനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട VD സതീശനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ വലിയ കാര്യങ്ങൾ അദ്ദേഹം പ്രാബല്യത്തിൽ വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പം സ്ത്രീകളുടെ സൗജന്യ യാത്രയൊക്കെ പ്രാബല്യത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഒപ്പം തന്നെ ഒരു ബഡ്ജറ്റും അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മനോഹര ബഡ്ജറ്റ് എന്ന് വേണം അതിനെ വിലയിരുത്താനായിട്ട്. അതിനോടൊപ്പം തന്നെ അതേ ചൊല്ലി ധാരാളം വിവാദങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നല്ല, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ബഡ്ജറ്റിലുണ്ടായിരുന്നു. അതേ ചൊല്ലിയൊക്കെ വലിയ കോലാഹലങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഇതുമായിട്ട് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ, ഇൻ്റർനാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബിജു കുരിശ്ശേരിയാണ്. നമസ്കാരം ബിജു കുരിശ്ശേരി. നമസ്കാരം. ഈ മദ്യനയം, നമ്മുടെ പുതിയ സർക്കാരിൻ്റെ, VD സതീശൻ സർക്കാരിൻ്റെ ഈ മദ്യനയത്തെപ്പറ്റി താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഇത് സർക്കാരിനെ വളർത്തുമോ തളർത്തുമോ? ഇതാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. ഈ നമ്മുടെ മുഖ്യമന്ത്രി എടുത്ത ചില നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ അദ്ദേഹം തളർത്തുമോ വളർത്തുമോ എന്നുള്ളതല്ല വിഷയം. അദ്ദേഹത്തിന് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ ഈ കേരളത്തെക്കുറിച്ചും ഈ കേരള സംസ്ഥാന ഭാവിയെക്കുറിച്ചൊക്കെ വളരെ വിഷ്വലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ മദ്യത്തെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ വീര്യം കൂടിയ മദ്യം കഴിക്കുന്നതിന് പകരം വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചാൽ, അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ പബ്ബുകൾ, നമുക്കിപ്പോൾ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്ന, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് പബ്ബുകൾ. ഈ പബ്ബുകൾ സ്ഥാപിച്ചുകൊണ്ട് സാധാരണ ഇപ്പോൾ ആളുകളെ, ചെറുപ്പക്കാരെ ഒക്കെ ലഹരിയുടെ ഉപയോഗം, അതായത് ലഹരി എന്ന് പറയുമ്പോൾ മദ്യലഹരിയുടെ അളവിൽ കൂടിയ ഉപയോഗം കുറച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം കഴിക്കാനുള്ള ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വിഷ്വലായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ആ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും ഞങ്ങളിതിനെ കൈനീട്ടി സ്വീകരിക്കുകയാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാരെ അറിയാം, വീര്യം കൂടിയ മദ്യം കഴിച്ച് റോഡുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കാണിക്കുന്ന പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലാജി കൊണ്ടുവന്നിട്ടുള്ള തൂഫാൻ, ഈ രാസലഹരിയും കഞ്ചാവ് പോലുള്ള, ബ്രൗൺ ഷുഗർ പോലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് യുവാക്കൾ എത്തിച്ചേരാതെ പകരമായി അവർക്ക് കുറച്ച് ലഹരിയൊക്കെ ആവശ്യമായി വരുന്നെങ്കിൽ അത് വീര്യം കുറഞ്ഞ പബ്ബുകളിൽ പോയി കഴിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ബീവറേജസ് ഔട്ട്ലെറ്റിൽ കൂടി ലഭിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം കുടിക്കുവാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു വിഷയമെന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. അവരാണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയം പൊക്കിക്കൊണ്ട് വന്നതും ഇപ്പോൾ അതിനെ ഒരു വിഷയമായി എടുത്തതും അവർ തന്നെയാണ്. അതിനെ ഏറ്റുപിടിക്കുന്ന രീതിയിൽ നമ്മുടെ ചില സഭാപിതാക്കന്മാരും അതിനെക്കുറിച്ച് എന്തെന്ന് ആലോചിക്കാതെ, ചിന്തിക്കാതെ തന്നെ അവരും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരിയൊരു വലിയൊരു മഹാ അപരാധം പോലെ അല്ലേ വീര്യം കുറഞ്ഞ മദ്യം? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമ്പോൾ ഒരുപാട് കുടിയന്മാർ ഇവിടെ സൃഷ്ടിക്കപ്പെടുമോ? ഇപ്പൊ നമുക്കറിയാമല്ലോ, ചെറിയാമ്പലിപ്പ് ചാരായ നിരോധനം AKANയുടെ കാലത്ത് ഇന്ന് അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായ ചെറിയാമ്പലിപ്പൊക്കെ ഒത്തിരി ക്യാമ്പയിനൊക്കെ നടത്തുന്ന അറിയാം. അങ്ങനെ അദ്ദേഹത്തിന് ചാരായം വിൽപ്പെന്ന് വരെ അദ്ദേഹത്തിന് പേര് കിട്ടി. അന്ന് ആ AKANയുടെ സർക്കാർ പരാജയപ്പെടുന്ന കണ്ടത്. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തോളം ബാറ് നിർത്തലാക്കിയ ഒരു മുഖ്യമന്ത്രി വേറെ കാണില്ല. ആദ്യം അദ്ദേഹത്തിന് അന്നത്തെ KPC പ്രസിഡന്റ് ആയ സുധീരനൊക്കെയാണ് അതിനുവേണ്ടി രംഗത്തിറങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ തുടർഭരണം കിട്ടിയില്ല.
പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇവർ പറയുന്നു ഇതെന്തോ മഹാപരാധം പോലെയാണ് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ സഭാ പിതാക്കന്മാരും ഒക്കെ. പക്ഷേ അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 27 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 927 ബാറുകൾ അങ്ങോളം ഇങ്ങോളം അനുവദിക്കപ്പെട്ടു. അത് പള്ളിയുടെ മുമ്പിലുണ്ട്, പള്ളിക്കുടത്തിൻ്റെ മുമ്പിലുണ്ട്, മറ്റ് ദേവാലയങ്ങളുടെ മുമ്പിലുണ്ട്, പൊതു സ്ഥലങ്ങളിലൊക്കെ വാരിക്കോരി ബാറുകളുടെ ലൈസൻസ് കൊടുത്തു. അതിൽ കോടികളുടെ അഴിമതിയൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ സഭാപിതാക്കന്മാരോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ പാർട്ടിയിലുള്ള ചില ആൾക്കാരോ ഒന്നും അതിനെതിരെ ഒരു പ്രതിഷേധമോ പ്രകടനമോ ഒന്നും കണ്ടില്ല. ഈ മദ്യത്തിന് ക്രമാതീതമായി വില കൂട്ടിയപ്പോഴും, അതായത് കുടുംബ ബജറ്റുകളെ തകർക്കുന്ന രീതിയിൽ ഈ മദ്യത്തിന് വില കൂട്ടിയപ്പോഴും ഇവരാരും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലഹരിയുടെ പല വേർഷൻ നമ്മൾ ഈ 10 വർഷത്തിനിടയ്ക്ക് കണ്ടതാണ്. എന്തിനു പറയുന്നു, പാർട്ടിക്കാർ തന്നെ, പാർട്ടിയുടെ യുവജന സംഘടനയിലുള്ള ആളുകൾ തന്നെ വളരെയധികം ആളുകൾ ജയിലിൽ പോയ സംഭവം നമ്മൾ കണ്ടതാണ്. ഇതിനെതിരെ ഒന്നും ഇവരാരും ഒന്നും വേണ്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. വില കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോൾ വില കുറച്ച് മദ്യം കൊടുത്താൽ കൂടുതൽ കുടിക്കുമോ? അതാണ് ഇവിടുത്തെ ചോദ്യം. വില കുറച്ച് കൊടുത്താലും വില കൂട്ടിക്കൊടുത്താലും മദ്യം കഴിക്കുന്നവൻ അത് കഴിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇതിനകത്ത് ഈ നിങ്ങളുടെ മദ്യ നയം എന്താണെന്ന് ചോദിക്കും. മദ്യത്തിന് എന്തിനാണ് നയം? മദ്യത്തിന് പ്രത്യേകിച്ച് നയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുടിക്കണമെന്നുള്ളവർ കുടിക്കാം, ഇല്ലാത്തവൻ അത് കുടിക്കണ്ട, ഉപയോഗിക്കണ്ട, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെ ഒരു നയമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിലെ തന്നെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും, ഗോവയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെനി പോലെയുള്ള മദ്യങ്ങൾ, അതെ, ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം, അത് തമിഴ്നാടായാലും കർണാടകയായാലും ഗോവയായാലും മഹാരാഷ്ട്ര ആയാലും ഒക്കെ അവിടെ നമ്മുടെ ഗോവയിലാണെങ്കിൽ പെട്ടിക്കടകളിൽ പോലും മദ്യം വിൽക്കുന്നുണ്ട്. അവിടെയും ഈ സഭയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും മാഹി പള്ളിയുടെ വാതിക്കലാണ് അതെ ഈ മദ്യം വിൽക്കുന്നത്. ഈ ഗോവയിൽ നമ്മുടെ സഭയാണ് കൂടുതൽ ഉള്ളത്. ആ സഭയ്ക്ക് ഒരു നയമാണ്. അവിടെ വീര്യം കുറഞ്ഞ മദ്യവും വീര്യം കൂടിയ മദ്യവും അവർ വില കുറച്ചാണ് കൊടുക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറച്ച് മദ്യം വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗോവ. ഏറ്റവും കൂടുതൽ നമുക്ക് സഭാ ആസ്ഥാനങ്ങളുള്ള സ്ഥലവും ഗോവയാണ്. അപ്പോൾ അവിടെയുള്ള പിതാക്കന്മാരൊക്കെ എടുക്കുന്ന നിലപാടല്ല കേരളത്തിൽ എടുക്കുന്ന നിലപാട്. ഈ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരാണ് ഇതുമായിട്ട് കൂടുതൽ രംഗത്ത് വന്നിരിക്കുന്നത്. അതെ, നല്ലൊരു ശതമാനവും ബാർ മുതലാളിമാരാണ്. അല്ല, ഇവരുടെയൊക്കെ ഒരു പണം നമ്മുടെ സഭയ്ക്ക് വേണ്ട എന്ന് ഈ സഭാപിതാക്കന്മാർ തീരുമാനിക്കുമോ? ധാരാളം ഇപ്പം മദ്യം കുടിക്കുന്നതല്ല ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മദ്യം കുടിപ്പിക്കുന്നതാണ്. അവ ഏറ്റവും അധികം ഉള്ളത് സഭയുടെ ആൾക്കാരാണ്. അവരുടെ ഒരു പള്ളിപ്പണിക്കോ ഒന്നും ഒരു 10 നയാ പൈസ വേണ്ടെന്ന് ഇവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പിന്നെ രണ്ടാമത്, ഇവരൊക്കെ കൂടിയാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ സ്വാധീനിച്ചും അല്ലെങ്കിൽ VM സുധീരനെ പോലുള്ളവരെ സ്വാധീനിച്ചും ഒക്കെ ഈ ബാർ നിർത്തലാക്കിയത്. എന്നിട്ട് ആ സർക്കാർ സംഭവിച്ചത് എന്താണെന്ന് അറിയാമല്ലോ. ഇനിയുള്ള തലമുറ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നതാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? സഭയുടെ നിലപാടുകൾ തികച്ചും ഒരു തമാശയായിട്ട് മാത്രമേ നമുക്ക് ഇതിനെടുക്കാൻ കഴിയൂ. അതിനെങ്ങനെയാണ് നമുക്കൊരു സീരിയസ് ആയിട്ട് എടുക്കാൻ കഴിയുക? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ കൊല്ലം ജില്ല മുതൽ നമ്മുടെ കാസർഗോഡ് ജില്ല വരെ ഒന്ന് സഞ്ചരിച്ചാൽ ഈ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സർക്കാർ കൊടുത്ത ഏകദേശം 900-ൽ പരം ബാറുകളുടെ ലൈസൻസ് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ബാർ ലൈസൻസ് നേടിയിട്ടുള്ളത് ഈ സഭയുമായി ബന്ധപ്പെട്ട സഭാവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ സഭ അതിനെ വിലക്കണം, വേണ്ട നിങ്ങൾ ലൈസൻസ് എടുക്കണ്ട എന്നുള്ള നിലപാടിലേക്ക് വരേണ്ടതല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ ഈ കേരള സർക്കാർ കൊടുക്കുന്ന മദ്യം നമുക്കറിയാം. ഈ 350, 400, 500 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ആ മദ്യം വെറും പാട്ടച്ചാരായമാണെന്ന് നമുക്കറിയാം. വെറും പാട്ടച്ചാരായമാണ്. കാരണം സ്പിരിറ്റ് കലക്കി അത് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പോലും നമുക്കറിയില്ല. അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോലും നമ്മുടെ നാട്ടിൽ വേറെ സംവിധാനങ്ങളില്ല. അങ്ങനെ വരുന്ന മദ്യം
പിന്നെ 500, 600, 700 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്നതിലും നല്ലത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മദ്യം നമുക്ക് കുറഞ്ഞ വിലയിൽ കുറഞ്ഞ അളവിൽ കഴിക്കാം. അത്യാവശ്യം വീര്യമുള്ള ആവശ്യത്തിന് മാത്രം വീര്യമുള്ള ഈ ചെറിയ ബോട്ടിൽ മദ്യമൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബിയർ പോലുള്ള മദ്യം ടാക്സ് കുറച്ച് വില കുറച്ച് കൊടുക്കുമ്പോൾ ആളുകൾ അതിലേക്ക് പോകും. ഈ വീര്യം കുറഞ്ഞ ഈ കൂടിയ മദ്യം കഴിക്കാതെ നമ്മൾ അതിനെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ലഹരി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ 90% കുറയും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സഭയ്ക്കുണ്ടായ പിന്നെ ഈ പ്രകോപനത്തിൻ്റെ പ്രധാനമായ കാരണം ഈ ബാറുകൾ തന്നെയാണ്. ഈ കുറഞ്ഞ ചെലവിൽ നല്ല മദ്യം പുറത്ത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ നല്ല മദ്യം ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകളിൽ കിട്ടുമ്പോൾ ഈ നഷ്ടം വരുന്നത് ഈ ബാർ മുതലാളിമാർക്കാണ്. അപ്പോൾ ഈ ബാർ മുതലാളിമാർക്ക് നഷ്ടം വരുന്നതിനെ ഈ പിന്നെ സാമുദായിക നേതാക്കളൊക്കെ എതിർക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അതിന് വേറെ ഉത്തരവൊന്നും കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. ചില ബാർ മുതലാളിമാർക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട ഒരു മുഖ്യമന്ത്രി എന്ന് വി.ഡി. സതീശനെ നമുക്ക് വിലയിരുത്താം വേണമെങ്കിൽ, അല്ലേ? കാരണം എന്താണ് ഈ പറയുന്നത്, നമുക്ക് ഇത് അവസാനിപ്പിക്കുമ്പോൾ പൊതുവിൽ എന്താണ് ഇനിയുള്ള തലമുറ ഇപ്പം ഈ പറഞ്ഞ മത നേതാക്കന്മാരുടെയൊക്കെ വാക്ക് കേട്ട് നിൽക്കുമോ? അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുകളില്ലേ? ഇപ്പം ഈ മദ്യനയം തന്നെ നമുക്കെടുക്കാം. ഇത് ഈ സർക്കാരിനെ എങ്ങനെയായിരിക്കും മുന്നോട്ട് നയിക്കുക? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മദ്യ നയവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ അവർ പിന്നെ അതാത് സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിപരീതമായവരൊന്നും പറയാറില്ല. പക്ഷെ ഇപ്പോഴും UDF വരുമ്പോൾ മാത്രം ഇത്തരം അഭിപ്രായങ്ങളുമായി വരുന്നത് അതൊരു ഭൂഷണമല്ല. സംസ്ഥാനത്തിൻ്റെ പിന്നെ വികസനത്തിന് പിന്നെ അത് ഒട്ടും ഭൂഷണമല്ല എന്ന് മാത്രമേ ഇതിനകത്ത്. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് പഴയതുപോലെ ഒരു മദ്യ നിരോധനത്തിലോട്ടോ അല്ലെങ്കിൽ ബാറുകളുടെ എണ്ണം കുറച്ചുകൊണ്ടോ ബീവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ടോ ഒന്നും ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൃത്യമായൊരു വിഷ്വലുണ്ട്. ഇവിടെ വരുന്ന ഇനി വരാൻ പോകുന്ന ഒരു പോർട്ട് സംസ്കാരം, നമ്മുടെ പിന്നെ തുറമുഖ സംസ്കാരം, ആ തുറമുഖ സംസ്കാരവുമായി ഉണ്ടാകുന്ന വലിയൊരു ടൂറിസം വളർന്നുകൊണ്ട് വരികയാണ്. ആ ടൂറിസത്തിനായാലും എന്തിനായാലും നമ്മുടെ മദ്യ ഷോപ്പുകളൊക്കെ അല്ലെങ്കിൽ പിന്നെ ബാർ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് അത് അപ്രായോഗികമായ കാര്യമാണ്. അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്, മദ്യത്തിൻ്റെ ഉപഭോഗം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ച് കൊടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ പിന്നെ പോംവഴി എന്നുള്ളത്. പൂർണ്ണമായും നമുക്കൊരിക്കലും മദ്യം ഒഴിവാക്കാൻ കഴിയില്ല കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന്. അത് മുൻകാലങ്ങളിൽ നമ്മളതിൻ്റെ തിക്തഫലം അനുഭവിച്ചതുമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്താണെങ്കിലും ആന്റണി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സർക്കാരിൻ്റെ ഈ മദ്യനയം തീർച്ചയായിട്ടും പ്രേക്ഷകർ അനേകം പേര് ഏറ്റെടുത്തിട്ടുണ്ട്, അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു അഗാധമൊന്നും ഏക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, KPCCയിലോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിലോ ഒക്കെ പൂർണ്ണ മദ്യനിരോധനം വേണമെന്ന് അവർ തീരുമാനമെടുത്താൽ വി.ഡി. സതീശൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി താല്പര്യമൊന്നും അല്ല ഇത്. അദ്ദേഹം ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിലപാടുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു നയം തീർച്ചയായിട്ടും ഈ കാലത്തിൻ്റെ ആവശ്യം തന്നെയാണ്.